സാർ നമസ്കാരം. നമസ്കാരം. ഒരു 2-2.5 വർഷം മുൻപ് നടന്ന ജീവൻ രക്ഷാപ്രവർത്തനം നവകേരള യാത്ര നടക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉണ്ടാവുന്നു എന്ന് വ്യാജമായി ഒരു ആരോപണം സൃഷ്ടിച്ചുകൊണ്ട് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഇന്നത്തെ ആലപ്പുഴ MLA ആയ തോമസിനെയെല്ലാം പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ഗൺമാനും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായ 5 പേരാണ് അതിലടങ്ങിയിരുന്നത്. എന്നാൽ ഇവർ കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതിന് വേണ്ടി ഈ കരിങ്കൊടി കാണിച്ച് ഇവരത്രയും ആളുകളെ ലോക്കൽ പോലീസ് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ ലോക്കൽ പോലീസ് മാറ്റി തടഞ്ഞു നിർത്തിയ ആളുകളെ വലിയ മുളവടിയൊക്കെ കൊണ്ടുവന്ന് ഈ ഗൺമാനൊക്കെ കൂടി തലയ്ക്കടിച്ച് അടിച്ചു പൊളിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട് ഞെട്ടിത്തെരിച്ചത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഞാനതൊന്നും കണ്ടില്ല, പക്ഷേ രക്ഷാപ്രവർത്തനം മുറയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കാലം ഇത്ര കഴിഞ്ഞിട്ടും അവർക്കെതിരെ യാതൊരു തരത്തിലുള്ള വകുപ്പ് തല നടപടികളും ഉണ്ടായില്ല. അടികൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ ഇപ്പോഴത്തെ MLA എല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പരാതി ബോധ്യപ്പെട്ട കോടതി, അതായത് ഇവർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ്, വീഡിയോ ദൃശ്യങ്ങളടക്കം കോടതിക്ക് കാണിച്ചു കൊടുത്തു. കോടതിക്ക് ഇതിൽ കൃത്യമായ അന്യായം നടന്നിരിക്കുന്നു, അക്രമം നടന്നിരിക്കുന്നു എന്ന് ബോധ്യമായി ആഭ്യന്തര വകുപ്പിനും DGPക്കും എല്ലാം കോടതി ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് കത്ത് അയക്കുന്നു. ഈ കോടതിയുടെ റിപ്പോർട്ട് വരെ ഈ പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മൂടി വയ്ക്കുന്നു. നാളിതുവരെ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളുണ്ടായില്ല. എന്നാൽ പുതിയ മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ രൂപം കൊണ്ടപ്പോൾ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ കാലത്ത് നടപ്പാക്കിയ പല പദ്ധതികളും അതിലെ അഴിമതികളും എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ഉത്തരവുകൾ ഓരോ ദിവസം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ ഇപ്പോൾ നിർണായകമായ മറ്റു ചില സംഭവ വികാസങ്ങൾ കൂടി നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ ഗൺമാൻ അടക്കമുള്ള ആളുകളുടെ മുൻകൂർ ജാമ്യ ഹർജി ആലപ്പുഴ സെഷൻസ് കോടതി പരിഗണിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇടിവെട്ട് പോലെ ഒരു നീക്കമുണ്ടായിരിക്കുന്നു, വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് കിട്ടിയതാണ്. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള 5 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത്തരം വാർത്തകൾ സാറ് നേരിട്ടും പലപ്പോഴായി ഇത്തരം സർക്കാരിൻ്റെ നയവൈല്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത്? അതായത് എന്നെ അറസ്റ്റ് ചെയ്യാമെന്ന് പോലീസുകാരോട് ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. പിണറായി വിജയനും P ശശിയും വീണ ജോർജും മുഹമ്മദ് റിയാസൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ എല്ലാ കാലത്തും നിങ്ങളെ സംരക്ഷിക്കാനുണ്ടാവില്ല. ഈ ഭരണം ജനങ്ങൾ തന്നെ തൂത്തെറിഞ്ഞാൽ പുതിയ ഒരു ജനകീയ ഭരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത നിയമവിരുദ്ധമായ നടപടികൾക്കെതിരെ ഞാൻ നിയമപരമായി നീങ്ങുമ്പോൾ നിങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ നൽകാനോ അല്ലെങ്കിൽ ഇല്ലീഗലായി നിങ്ങളെ സംരക്ഷിക്കാനോ ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടാവില്ല. ഇപ്പോൾ അതാണ് സത്യം. ആലപ്പുഴയിൽ AD തോമസിനെ അതേപോലെ അജയിനെ 2 SkySU പ്രവർത്തകരെ മൃഗീയമായി ക്രൂരമായി കേരള സംസ്കാരത്തിനും കേരള ജനതയ്ക്ക് പോലും അപമാനം ഉണ്ടാക്കുന്ന രൂപത്തിൽ, ഈ നാടിന് അപമാനമുണ്ടാകുന്ന രൂപത്തിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ആ സംഭവത്തെ പിണറായി വിജയൻ സംരക്ഷിച്ചത് ഇത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടാണ്. പിണറായി വിജയൻ തൽക്കാലം പലതും പറയും. പിണറായി വിജയന്റെ വഴിക്ക് പോകും. പക്ഷെ കുടുങ്ങുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. എന്ത് വൃത്തികേടും കാണിക്കാമെന്നുള്ള ധാർഷ്ട്യമുള്ള പിണറായി വിജയനും അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരും ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എന്ത് വൃത്തികേടും കാണിക്കാം, ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ വകുപ്പ് തല അന്വേഷണത്തിൽ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കാനുള്ള ഒരു കാര്യവും ഒരു പോലീസ് ഓഫീസർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും ഗവൺമെന്റ് ആയിരിക്കുമ്പോൾ അവർക്ക് പിണറായി വിജയന്റെ തോക്കുമായി ബന്ധപ്പെട്ട സംരക്ഷണമാണ് നൽകുന്നത്. അവർക്ക് വാഹന വ്യൂഹത്തിൽ പോകുന്നു. ആ വാഹന വ്യൂഹത്തിൽ പോകുമ്പോൾ ഇപ്പുറത്ത് പോലീസ് കൈകാര്യം ചെയ്യേണ്ട വിഷയം കൃത്യമായി അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ 2 KSU പ്രവർത്തകരെ തടഞ്ഞു നിർത്തി അവര് ഈ ഇതിനെതിരെ പ്രതിഷേധം നടത്തുന്നത് തടഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കൃത്യമായി കാണാം. ആ തടഞ്ഞുകൊണ്ട് നിസ്സഹായരായി നിൽക്കുന്ന 2 യുവാക്കളെ കാറിൽ നിന്ന് ഇറങ്ങി 5 പേർ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന രംഗം ഏത് കഠിന ഹൃദയനെയും വിഷമിപ്പിക്കുന്നതായിരിക്കും.
അങ്ങനെ കഠിന ഹൃദയമുള്ള ആളാണെങ്കിലല്ലേ പിണറായി വിജയന് വിഷമിക്കേണ്ടതുള്ളൂ. ടി പി ചന്ദ്രശേഖരനെ പോലെ, വാടിക്കൽ രാമകൃഷ്ണനെ പോലുള്ള ആളുകളെ വെട്ടിക്കൊന്ന് അതിന്റെ ചോര കൈപ്പറ്റിയിട്ടുള്ള മുഖത്ത് തെറിച്ചിട്ടുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ ചോരയുടെ രുചി ഇങ്ങനെ മണത്തും രുചിച്ചും ജീവിച്ചാലേ ഒരു സുഖമുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ജന്മമായിപ്പോയി പിണറായി വിജയന്. അത് കണ്ട് തുള്ളിയാൽ ഇവര് ഈ പറയുന്ന പോലീസുകാർ തുള്ളിയാൽ ചെമ്മീൻ തുള്ളിയാൽ ചട്ടിയോളം എന്നുള്ളൊരു ഇതുണ്ട്. നിയമത്തിൻ്റെ ഉള്ളിൽ കടന്ന് ഒരു ദിവസം അവർക്ക് കുടുങ്ങേണ്ടി വരും. അവർക്ക് എല്ലാത്തരം ആനുകൂല്യങ്ങളും റദ്ദാക്കേണ്ടി വരും. അവർക്ക് ജയിലിൽ പോകേണ്ടി വരും. ഒരു കുട്ടി പോലും രക്ഷിക്കാനുണ്ടാവില്ല. പിണറായി വിജയനെ രക്ഷിക്കാൻ പിണറായി വിജയനെ തന്നെ കഴിയാത്തൊരു ഘട്ടം വരുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആര് രക്ഷിക്കും? അതാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ ഉണ്ടാകുന്ന പോലീസുകാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കേസ് എന്ന് കൃത്യമായി പറയാൻ പറ്റും. സാർ, ഇതിവിടെ ഒരു കോടതി ലക്ഷ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ 2 കൊല്ലം മുമ്പ് നടക്കുന്ന ഈ കാര്യത്തിൽ കോടതി തന്നെ ഈ ഇവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് നടപടി എടുക്കണം, ഇത് അനധികൃതമാണ്, നിയമവിരുദ്ധമാണ്, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അക്രമമാണ് എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പിന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടും അത് പൂഴ്ത്തി വെച്ചു. അവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ കോടതിയിൽ ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന അവസരത്തിൽ ഇവരുടെ അഭിഭാഷകൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലാണ് ഈ കരിങ്കൊടി സമരക്കാരുടെ ഭാഗത്ത് നിന്ന് നീക്കം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഒരു കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്നത് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, ഈ കരിങ്കൊടി കാണിച്ച ഈ ഇപ്പോഴത്തെ ആലപ്പുഴയിലെ MLA-യുടെയും അതുപോലെ തന്നെ അജയ് കുര്യാക്കോസിനെയും എല്ലാം ഇവർ അങ്ങോട്ട് മാറ്റി മറ്റൊരു വിഭാഗം പോലീസുകാരും മാറ്റി നിർത്തിയിരിക്കുന്നു. പുറകെ വന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ സൈനികരും കൊട്ടേഷൻ വർക്ക് ചെയ്യുന്ന തരത്തിലാണ് ഇവർ വലിയ മുളവടിയൊക്കെ വെച്ച് അടിക്കുന്ന ദൃശ്യം കണ്ടത്. ഇത് കണ്ടിട്ട് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഇവർക്കെതിരെ നടപടി വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആ റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കോടതിയുടെ ആ ഉത്തരവ് പാലിക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്ന രീതിയിൽ, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കോടതിയെ നിഷേധിക്കുക കൂടിയല്ലേ ചെയ്തിരിക്കുന്നത്. അല്ല, കോടതി ഉത്തരവിനെ പോലീസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്താൽ മതി. അത് നീട്ടിക്കൊണ്ടാവാം. എൻ്റെ ഒരു കേസിൽ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പിണറായി വിജയൻ്റെ കാലത്ത് ഞാൻ കൊടുത്ത പല കേസുകളിൽ, എനിക്കെതിരെ കള്ളക്കേസ് എടുത്തതിനെതിരെ ഞാൻ കൊടുത്ത കേസുകളിലെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. എന്നെ ഓഫീസിൽ ഒരു അഞ്ജു വിജയ പ്രദീപ് എന്ന് പറയുന്ന ലേഡി എനിക്കെതിരെ ഒരു കള്ളപ്പരാതി വീണ ജോർജിന്റെ കൊട്ടേഷൻ പ്രകാരം കൊടുക്കുകയും എന്നെ 34 ദിവസം ജയിലിൽ കിടക്കുന്നു. ഞാൻ അത് ST അട്രോസിറ്റി നിയമപ്രകാരം ആയതുകൊണ്ടാണ് ഞാൻ കുടുങ്ങിയത്. അങ്ങനെയുള്ള കേസിൽ കോടതി അന്വേഷണ ഉത്തരവിട്ടിട്ടും ഇപ്പോൾ പോലും അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ പോലീസ് ഇത്രയും കാലം അനാസ്ഥ കാണിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, ഈ കേസിന്റെ കാര്യത്തിൽ കൃത്യമായി ആലപ്പുഴ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് കൃത്യമായി തന്നെ ആ റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു. ഈ പോലീസ് ഗവൺമെന്റ്മാർ കാണിച്ച നിയമവിരുദ്ധമായ കാര്യമാണെന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, അവർക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നെങ്കിലും അത് പൂഴ്ത്തിവെക്കുകയായിരുന്നു ചെയ്തത്. SP-ക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായി, അവരെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റി. അങ്ങനെ റിപ്പോർട്ട് ഫയൽ ചെയ്ത, സത്യസന്ധമായി വർക്ക് ചെയ്ത അവരെ എന്ത് ചെയ്തു, കാസർഗോഡേയും മാറ്റിക്കൊണ്ടാണ് പിണറായി വിജയൻ പകരം വീട്ടിയത്. ഇതാണ് പിണറായി വിജയന്റെ ഭീകരഭരണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കെതിരെ കള്ളക്കേസ് എടുത്തപ്പോൾ കൃത്യമായി തെളിവുകൾ സഹിതമാണ് എനിക്ക് കോടതി പറഞ്ഞത് എനിക്കെതിരെയുള്ള ഒരു കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞത്. അതേപോലെ ഈ കേസിൽ നിരപരാധികളായ 2 ചെറുപ്പക്കാരാണ് ഈ നാട്ടിലെ. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, 2 യുവാക്കളെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ പട്ടികളെ തല്ലും പോലെ അടിച്ച് തലയ്ക്കൊക്കെ അടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അത്തരം ആളുകൾക്കുള്ള നടപടി കൃത്യമായി ഈ ഗവൺമെന്റ് ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വിശ്വാസമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഈ 5 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വാർത്ത ശുഭകരമായ ഒരു വാർത്തയാണ്. അതേപോലെ അവർക്കെതിരെയുള്ള ശക്തമായ ശിക്ഷാ നടപടി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തലയ്ക്കൊക്കെ അടിക്കുന്ന വധശിക്ഷ കിട്ടാവുന്ന വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസാണ് വരുന്നത്. 10 വർഷം ജയിലിൽ കിടക്കേണ്ട നോൺ ബെയിലബിൾ ആണ് വകുപ്പ്. തലയ്ക്കടിക്കാൻ പാടില്ല എന്നിരിക്കെ കൃത്യമായി തലയ്ക്കടിക്കുന്ന വിഷ്വൽസ് ആണ് കൃത്യമായി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട കോടതിക്ക് ഇക്കാര്യം ബോധ്യമായിട്ടും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയനും മുഖ്യമന്ത്രിയായ പിണറായി വിജയനും അത് മനസ്സിലായില്ല. പക്ഷെ കാലം കൃത്യമായൊരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ
പുതിയ മന്ത്രിസഭ വന്നപ്പോൾ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നു, കോടതിയുടെ നിയമ നടപടി പുറകെ വരും എന്നുള്ളതാണ് ഇതുവരെ കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ADGP അജിത് കുമാറിന്റെ അടുത്ത റിപ്പോർട്ട് വന്നപ്പോൾ പൂഴ്ത്തിവെക്കുക മാത്രമല്ല അത് തിരുത്താൻ വേണ്ടി നിർദ്ദേശിച്ചു എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുകയും എന്നിട്ട് തിരുത്തുകയും ചെയ്തു, ഭീഷണിപ്പെടുത്തി തിരുത്തിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഗൗരവമായ ഒരു വിഷയം കൂടിയുണ്ട്. അപ്പൊ അജിത് കുമാറും കൂടി ഇതിനകത്ത് പ്രതിയായിട്ട് വരും എന്നുള്ള കാര്യം സംശയമില്ല. കൃത്യമായ അന്വേഷണം നടത്തിയാൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതിയായിട്ട് വരും. ഗൂഢാലോചന, പ്രേരണ, ഈ വകുപ്പുകൾ പ്രകാരം ഇവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ അത് പൂർണ്ണമായും അതിന്റെ ഉത്തരവാദി ഒന്നാം പ്രതിയായിട്ട് പിണറായി വിജയനെയാണ് പ്രതിയാക്കേണ്ടത്. കാരണം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിച്ച് പ്രേരണ കൊടുത്ത ആരാണ്? പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷാ കവചത്തിൽ നിന്നാണ് ചാടി പുറത്താടി ഇവരിങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ ദൃശ്യങ്ങൾ കള്ളം പറയില്ല എന്നുള്ളതുകൊണ്ട് ഇതിൽ പിണറായി വിജയനും പ്രതിയാണ്, ബാക്കി അജിത് കുമാറും പ്രതിയാണ്, അതേപോലെ ബാക്കി 5 പേരും പ്രതികളാവേണ്ടതാണ് ആയിക്കഴിഞ്ഞു വരും. എന്തായാലും നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, നിയമാനുസൃതമായ മാതൃകാപരമായ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. എന്തായാലും വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇനി പെൻഷൻ തന്നെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിയമം സംരക്ഷിക്കപ്പെടേണ്ട ആളുകൾ നിയമത്തെ ഹനിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ എല്ലാവർക്കും ഉണ്ടാകണം. നിയമം വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു മാറ്റമില്ലാതെ നടപ്പാക്കപ്പെടണം. അതുതന്നെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം.